ആരൊരുവൻ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരുണ്ടോ, ഖബറുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടോ, മഹ്ശറയുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടോ, അവിടുത്തെ വിചാരണയെ കുറിച്ച് ഓർമ്മമുള്ള സഹോദരിമാരുണ്ടോ, ഫലാ യശ്റബിൽ ഖമറ, ലഹരി നുണയരുതേ, കുടിക്കരുതേ. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ളവർ ഫലാ യഖുദു അലാ മഇദത്തിൻ യുശറബു ഫീഹൽ ഖമറു, കല്ല് ഒഴിച്ചു കൊടുക്കപ്പെടുന്ന ബാർ ഹോട്ടലിലേക്ക് നീ പോകരുതേ, ഇരിക്കരുതേ. ഉസ്താദേ, ഞാൻ പോയത് കൂട്ടുകാർക്ക് ഒരുമിച്ച് ഒരു നേരം ഒരു വട്ടമിട്ടിരിക്കാൻ വേണ്ടിയാണ്, കുടിക്കാൻ വേണ്ടി പോയതല്ല. അവരോടൊപ്പം വെറുതെ പോയെന്ന് ജോയിന്റ് ആയതുള്ളൂ. ഞാൻ കുടിക്കലില്ല, ഇന്ന് വരെ കുടിച്ചിട്ടുമില്ല. പോകരുതെന്ന് പറഞ്ഞാൽ പോകരുത്. റസൂലുള്ളാഹിയുടെ വാക്കാണ്, ഫലാ യജ്ലിസ് അലാ മൈദത്തിൻ യുശറബു ഫീഹൽ ഖമറു, കല്ല് ഒഴിച്ചു കൊടുക്കപ്പെടുന്ന ഒരു ബാർ ഹോട്ടലിലേക്ക് പോകരുതേ. എത്രയോ യൂട്യൂബ് ചാനൽ വഴി ഇന്ന് ഷാപ്പിലെ കറി പ്രസിദ്ധമാണ്. ഷാപ്പിൽ നല്ല കുടംപുളിയിട്ടതാകുന്ന കറിയുണ്ട്, മീൻ കറിയുണ്ട്, വറ്റിവരച്ചതാകുന്ന നല്ല മുളകിട്ടതാകുന്ന മട്ടനുണ്ട് എന്ന് കരുതിക്കൊണ്ട് അത്തരത്തിലുള്ള ഹോട്ടലുകൾ പോയി ഞാൻ ആ കറി വാങ്ങാനാണ് പോയത് എന്ന് പറയരുതേ മുസ്ലിമേ. അത്തരത്തിലുള്ള ഷാപ്പുകളിലേക്ക് പോകലും ആ കറി വാങ്ങി നീ ഭുജിക്കലും അത് ഹറാമാണ്. ആദരവായ പ്രവാചകന്റെ അധ്യാപനമാണ്. 1400 വർഷം മുമ്പ് റസൂലുള്ളാഹി പറഞ്ഞത് ഇന്ന് ചാനലിലൂടെ ഷാപ്പിലെ കറി പ്രസിദ്ധമാണെന്ന് പറഞ്ഞ് പ്രസിദ്ധിപ്പെടുത്തുമ്പോൾ കുടിക്കാൻ പോകുന്നത് മുസ്ലിം സഹോദരിമാരാണ്, കുടിക്കാൻ പോകുന്നത് തട്ടമിട്ട മംഗമാരാണ്, കുടിക്കാൻ പോകുന്നത് ചെറുപ്പക്കാരാണ്. ഞങ്ങൾ കള്ളു കുടിച്ചില്ല ഉസ്താദേ, ഞങ്ങൾ കുമരകം ഷാപ്പിൽ പോയിട്ട് കേവലം മീൻകറിയാണ് കഴിച്ചത്, നല്ല കരിമീനിന്റെ ഫ്രൈ ആണ് കഴിച്ചത്, ഇന്ന ചാനലിലൂടെ കേട്ട അറിവാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പോകരുതേ. അത്തരത്തിൽ കള്ള് വിതരണം ചെയ്യപ്പെടുന്നതായ സ്ഥലത്തേക്ക് നിങ്ങൾ പോകരുത്, ഇരിക്കരുതെന്ന് ഹബീബുനാ റസൂലുള്ളാഹി പറഞ്ഞതാണ്. നല്ല കുടംപുളി ഇട്ട സാധനമുണ്ട്, സാധനം ഉസ്താദിന് വേണമെങ്കിൽ 2 പീസ് വേണ, നല്ല സാധനമാണ്. ഇതാണ് നമ്മുടെ കൗമ്. അല്ലാഹു നമ്മളൊക്കെ ആക്കട്ടെ. അവിടെ പോയി അടിക്കുക ഈ ഐറ്റം. വീട്ടിലൊന്നും ഒരു സാധനം വെക്കൂല, ഒക്കെ കടയെന്ന്. എന്നിട്ട് അസുഖങ്ങൾ പിടിച്ചിട്ട് വേഗം മയ്യത്താകുക. അല്ലാഹു നമ്മളൊക്കെ ആക്കട്ടെ. അതാണിപ്പോ അവസ്ഥ. മാരകമാകുന്ന ക്യാൻസർ, ഫാസ്റ്റ് ഫുഡ്, അതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ ചെറുതല്ല. ഇന്ന് സമൂഹത്തിൽ എത്രയോ ആളുകൾ, മുസ്ലിം സമുദായത്തിലെ സഹോദര സഹോദരിമാർ രോഗികളാണ്. ഹോസ്പിറ്റലുകൾ തോറും കിടക്കാൻ നമ്മുടെ കൗമാണ് ഏറ്റവും കൂടുതൽ. എന്തുകൊണ്ട്? ഫാസ്റ്റ് ഫുഡ്. വീട്ടിലൊന്നും വെക്കൂല, അനങ്ങൂല. അല്ലാഹു എല്ലാവരും അല്ല, ചിലരുടെ കാര്യം അവര് റെഡിയാകാനാണല്ലോ വാഴുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഒരു സാധനം നമ്മൾ എന്ത് ചെയ്യണ്ട, പുറത്തുനിന്ന് വാങ്ങണ്ട. ഇപ്പൊ പത്തിരിയുടെ ഒക്കെ മിഷ്യൻ തുടങ്ങിയപ്പോ പിന്നെ എല്ലാവരും പത്തിരി അവിടുന്ന്. ഇന്ന് അൽത്താഫിന്റെ അവിടെ വീട്ടിലായിരുന്നു ഫുഡ്. അൽത്താഫു അൻഷാദ് അല്ലേ, അങ്ങനെയല്ലേ ഓർമ്മ? അർഷദ് എല്ലാം വീട്ടിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പത്തിരി എന്തൊരു കുറേ സാധനമുണ്ട്. ലൈവിലാണ് പറയണ്ട, ലൈവിലുള്ള ഒരു കൊതി വിടും. നിങ്ങൾ കൊതി വിടില്ല എന്നറിയും. നല്ല തേങ്ങാച്ചോറ്, പിന്നെ ബീഫ്, ചിക്കൻ കറി, നാടൻ ചിക്കൻ, അല്ലാത്ത ചിക്കൻ, പൊരിച്ചതും കരിച്ചതും ഒക്കെ വേറെ, പിന്നെ അതല്ലാതെ ഇടിയപ്പം, പത്തിരിയിലെ പല സൈസ്, ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുകയാണ് അവിടെ തന്നെ. ഒന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സാധുമാർ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, സാധുമാരും ഒക്കെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അള്ളാഹു കുടുംബത്തിൽ ബർക്കത്ത് നൽകട്ടെ. എന്തായാലും ആമീൻ പറയാനും മടി, ഉറക്കെ പറയാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു അവർക്ക് നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. സാധാരണ അങ്ങനെയല്ല, എല്ലാ സാധനവും കടയിൽ നിന്ന് വാങ്ങുകയാണ്. ഒരു കറി മാത്രം ഇവിടെ വെക്കും, അല്ലെങ്കിൽ അച്ചാറ് മാത്രം. അച്ചാറ് തന്നെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് ഇങ്ങനെ ബാക്കിയുള്ള ഐറ്റം എല്ലാം അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ ഇപ്പം എല്ലാം മെഷീൻ സമ്പ്രദായം ഒക്കെ മടിയായിപ്പോയി. അങ്ങനെ ആകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അസുഖങ്ങൾ പലതാണ്. നടുവിന് വേദന, അവിടെ വേദന, എന്താ സംഭവം? നേരെ നമ്മളെ ആരോഗ്യമില്ല, അത് വേറെ വിഷയം. ആരോഗ്യ സംരക്ഷണം വിശുദ്ധ ഇസ്ലാമിൽ മറ്റൊരു വിഷയം വെക്കും. നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്ക്, നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്ക്. മക്കൾ എന്താണ് കഴിക്കുന്നത്, എവിടെയാണ് പോകുന്നത്, എവിടെയാണ് അവന്റെ കൂട്ടുകാര്, എപ്പോഴാണ് വീട്ടിലേക്ക് വരുന്നത്, ഏത് സമയത്താണ് അവൻ പോയത്, എത്ര മണിക്ക് മദ്രസയിൽ പോയി, എപ്പോഴാണ് തിരിച്ചു വരുന്നത്. മക്കളെ എല്ലാവരെയും ശ്രദ്ധിക്കണം. ഖുർആൻ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും. നിങ്ങളുടെ ഇണകളിൽ ചിലർ, നിങ്ങളുടെ മക്കളിൽ ചിലർ നിങ്ങളുടെ ശത്രുക്കളാണ്. വിശുദ്ധ ഖുർആൻ
മക്കളിൽ ചിലർ നിങ്ങളുടെ ശത്രുക്കളാണ്, ശരിക്കും ശ്രദ്ധിക്കണം. കാരണം എല്ലാവരും ശത്രുവാണെന്നല്ല, ചിലപ്പോൾ എല്ലാവരും സാലിഹാകാം, ചിലപ്പോൾ ശത്രുവായേക്കാം. ഒരാൾ ശത്രുവായാൽ മതി, മൊത്തത്തിൽ പ്രശ്നം. ശത്രു എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ സമ്പത്തിന് വേണ്ടി മാത്രമല്ല, നിന്റെ ആഖിറം നഷ്ടപ്പെടുത്തുന്ന മകനായി മാറും. അവിടെയാണ് വിഷയം. ആഖിറത്തിലും ഈ വാപ്പ എന്നെ കരിക്കാനെങ്കിൽ പഠിപ്പിച്ചില്ല, പള്ളി വിട്ടില്ല, മദ്രസ വിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വാപ്പയുടെ നെഞ്ചത്ത് കയറി ഞാൻ നിൽക്കട്ടെ എന്ന് പറയും. ഖുർആനിന്റെ ആയത്തുണ്ട്, ഞാൻ ഈ വാപ്പയുടെ നെഞ്ചത്ത് കയറിയിട്ട് ഒരല്പം ആശ്വാസം കൊള്ളട്ടെ എന്ന് പറയുന്ന മക്കളുണ്ടാകും. അപ്പൊ ആഖിറത്തിൽ നിനക്ക് ശത്രുവായി മാറും. അതുകൊണ്ട് നീ ശ്രദ്ധിക്കണേ എന്ന് ഖുർആൻ. ഫഹ്ദറൂഹും, ആ മക്കളെ പ്രത്യേകമായി ഒന്ന് ഗൗനിക്കണമെന്ന് ഖുർആൻ. ഒരുപാട് 10-15 മക്കളുണ്ടെന്ന് പറഞ്ഞ് ഗരിമടിച്ചിട്ട് കാര്യമില്ല. നിനക്ക് ഗുണപ്പെടുന്ന മക്കളുണ്ടോ എന്ന് ഓരോ ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിക്കണം. ഈ മകനെ കൊണ്ട് ഈ മകളെ കൊണ്ട് എനിക്ക് ഗുണമുണ്ടോ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ റബീഉൽ അവ്വൽ വന്നപ്പോൾ മദ്രസയിലെ പരിപാടികൾ നമ്മുടെ മക്കളെ പങ്കെടുപ്പിച്ചു. പ്രവാചകന്റെ പ്രകീർത്തനം കൊണ്ടുള്ളതാകുന്ന ഒരു പദ്യം നമ്മുടെ മക്കൾ പാടിയിട്ടുണ്ട്. അതോ ഇപ്പോഴും പാലാപ്പള്ളി തിരുപ്പള്ളിയും പാടി നടക്കുകയാണോ? അതെല്ലാവർക്കും ഹൈഫളാണ്, ഫുള്ള് കാണാപ്പാടം. ഒരു ഫാത്തിഹ മകൻ ഓതുന്നുണ്ട്, ഖുർആൻ പാരായണ മത്സരത്തിൽ മകൻ കയറിയുന്ന. നമ്മുടെ മക്കൾക്ക് എത്ര പാട്ടറിയാം? റസൂലുള്ളാഹിയെ കുറിച്ച് മദ്ഹ് ചെയ്തുകൊണ്ട് 2 പദ്യം വരുവോ? മക്കൾ പാടുവോ? നല്ലൊരു കവിത ചെല്ലോ, ഒരു മദ്ഹിന്റേതാകുന്ന ബൈത്ത് ചെല്ലോ. പരസ്യമായിട്ട് ചെല്ലാൻ എനിക്ക് മടിയാ, എന്നാ രഹസ്യമായിട്ട് ചെല്ലോ. മൂളിപ്പാട്ട് പാടുവല്ലോ നിങ്ങളുടെ മക്കൾ, ഇഷ്ടം പോലെ സിനിമാ പാട്ട് പാടുവല്ലോ, അനാവശ്യമാകുന്ന വർത്തമാനങ്ങൾ പറയുമല്ലോ. ഖുർആൻ ഓതാനുള്ള നാവ് നമ്മുടെ മക്കൾക്കുണ്ടോ? അനാവശ്യ വർത്തമാനങ്ങൾ പറയാനും അനാവശ്യമാകുന്ന സ്ഥലങ്ങളിൽ കമന്റിടാനും മോശപ്പെട്ടതാകുന്ന സംസ്കാരങ്ങൾക്ക് പിന്നാമ്പുറങ്ങൾ തേടിക്കൊണ്ടു പോകാനും എല്ലാ അശ്ലീലമാക്കപ്പെട്ടതാകുന്ന തലത്തിലേക്ക് WWE അടിച്ചുകൊണ്ട് നെറ്റിന്റെ കണക്ഷൻ വരുത്തിക്കൊണ്ട് പോകാനും ഒക്കെ നമ്മുടെ മക്കൾക്കറിയാം. എന്നാൽ ഖുർആൻ ഓതാൻ അറിയില്ല, ദിക്ർ ചൊല്ലാൻ അറിയില്ല, മൗലിദ് ഓതാൻ അറിയില്ല, മാല മൗലിദുകളെ എതിർക്കാൻ നമുക്കറിയാം. നമ്മുടെ സമൂഹം എവിടെയാണ് നമ്മുടെ മക്കൾ എത്തിയിരിക്കുന്നത്? അത് ചിന്തിച്ചാൽ മതി. അപ്പൊ മനസ്സിലാവും നമ്മുടെ മക്കൾ ഗുണമാണോ ദോഷമാണോ എന്നുള്ളത്. ഇവൻ ആഖിറത്തിലേക്ക് എനിക്ക് ഗുണമാണോ എന്നുള്ളത് അവിടെ തിരിയും. പരിശുദ്ധമായ ഖുർആൻ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവൻ ലക്കും ഫഹ്ദറൂഹും. നിങ്ങളുടേതാകുന്ന മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണേ, അവരെ ഗൗനിക്കണേ. അവർ ചിലപ്പോൾ നിങ്ങളുടെ ശത്രുക്കളാകുമെന്ന് വിശുദ്ധമായ ഖുർആൻ. ചിലർ നിങ്ങളുടെ ശത്രുക്കളാകാം. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. തീർന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ശരിബൽ ഖമറ യമൂതു കഅബിദിൽ ലാത വൽ ഉസ്സാ. ഈ ദുനിയാവിൽ കള്ളു കുടിക്കുന്നവൻ ലാത്തയും ഉസ്സയും ആരാധിച്ചുകൊണ്ട് ചത്തൊടുങ്ങിയതായ മക്കയിലെ മുശ്രിക്കുകളെ പോലെ കാഫിറായി ചത്തുപോകമേ ഹബീബുനാ റസൂലുള്ളാഹി. ഉടനെ സഹാബത്ത് ചോദിക്കുകയാണ്, അറഅയ്ത മുദ്മിനം ബിൽ ഖംരി ഹുവല്ലദീ ലാ യസ്തഫീഖു മിൻ ശുർബിഹാ യാ റസൂലല്ലാഹ്. അവിടുന്ന് പറഞ്ഞ കള്ളുകുടിക്കാരൻ 24 മണിക്കൂറും കള്ളുകുടിച്ചുകൊണ്ട് നിലകൊള്ളുന്നവനാണോ റസൂലേ? സദാസമയത്തും മദ്യപാനിയായി നിലകൊള്ളുന്നവനെ കുറിച്ചാണോ തങ്ങൾ പറഞ്ഞത്? ഹബീബേ ഹബീബേ, എപ്പോഴും കള്ളുകുടിച്ചുകൊണ്ടിരിക്കുന്നവനാണോ കാഫിറായി ചത്തുപോവുക? അതല്ല, വല്ലപ്പോഴും ചെറിയൊരു സാധനം ഇച്ചിരി ഐറ്റം ഒന്ന് ഇട്ടതോളൂ നാക്കില്, അതിന്റെ പേരിൽ നരകം. അങ്ങനെയുണ്ടോ? അതിന്റെ പേരിൽ ഖബറുൽ ഹിസാബ്, അതിന്റെ പേരിൽ കാഫിറായി ചത്തുപോവുക, അങ്ങനെയുണ്ടോ? അതല്ല, ഫുള്ളായിട്ട് 4 കാല് പറിച്ച് കിടക്കുന്നവരുണ്ടല്ലോ, എപ്പോഴും കള്ള്, എപ്പോഴും കഞ്ചാവ്, അവനെ കുറിച്ചാണോ പറഞ്ഞത് എന്ന് ചോദിച്ചു. അവനെ വിധങ്ങളെ പറഞ്ഞില്ല, നിങ്ങളെ കരുതിയതുപോലെ 24 മണിക്കൂറും ലഹരി നുണഞ്ഞ് നടക്കേണ്ടതില്ല. ഒരാൾ നല്ല മദ്യപാനിയാകണമെങ്കിൽ നല്ല ആളാണെങ്കിൽ 5-8 വർഷമെങ്കിലും സ്ഥിരമായി മദ്യപിക്കണം, എങ്കിലേ ഉള്ളു മദ്യപാനിയാവുള്ളൂ കള്ള് അടിക്കുന്നവൻ. അതേസമയത്ത് കഞ്ചാവ്, ഇപ്പോഴത്തെ ലഹരി ഐറ്റം, മാരകമാകുന്ന LSD, MDMA, ഈ ഐറ്റം ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ ഒരു 3 മാസം തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ മതി. ഒരുപാട് കൊല്ലമൊന്നും പോകണ്ട, 1-2 മാസം തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ തന്നെ അവൻ അതിന് അഡിക്ഷനായി മാറുകയാണ്. പിന്നെ അതിൽ നിന്ന് പോകൂല, പിന്നെ ഇങ്ങനെ വറയ്ക്കും എപ്പോഴും. നമ്മളവർക്ക് തസ്ബീഹ് കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പൊ ഫുഡ് കിട്ടാൻ. തസ്ബീഹ് ഒന്നും അല്ല, നല്ല വെട്ടരുവ കിട്ടാത്തതുകൊണ്ടാണ്. അത് കിട്ടിയ വാപ്പാടെ തലയ്ക്കും വെട്ടും, എന്നിട്ട് അത് അടിക്കുകയും ചെയ്യും. നല്ല സാധനം കിക്കായിട്ട് അടിച്ചു. അതാണ് അവസ്ഥ.
മക്കളുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. ശരിക്കും ശ്രദ്ധിച്ചോണം മാതാപിതാക്കൾ. എവിടെയെങ്കിലൊക്കെ വിടുകയാണ്, ദൂരത്തൊക്കെ വിടുകയാണ്, ശരിക്കും കണ്ണെത്താ ദൂരത്ത് വിട്ടിട്ട് ശ്രദ്ധിക്കാൻ പറ്റാതാകരുത്. അള്ളാഹു പരിപൂർണമായ കാവൽ നൽകട്ടെ. മക്കൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചെല്ലേണ്ട ദിക്റുണ്ട്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. നമ്മളും ചെല്ലണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചെല്ലേണ്ടതാ. പുറത്തിറങ്ങുമ്പോൾ ഏത് കാലാ വെക്കേണ്ടത്? അനക്കയില്ലല്ലോ. ഏത് കാല്? പുറത്തിറങ്ങുമ്പോൾ ഏത് കാല്? വലത്തേക്കാല്, ഇടത്തേക്കാല്, അത് തന്നെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും ഏത് കാല്? ഇടത്തേക്കാല്. ഹജ്ജിന് പോയാലും ഉംറയ്ക്ക് പോയാലും ഒക്കെ അങ്ങനെ തന്നെ. ചിലർക്ക് അവിടെ ഒരു സംശയമുണ്ട്. എന്നിട്ട് ഇങ്ങനെ സംശയത്തിന്റെ പുറത്ത് നിന്ന് അവസാനം അവിടെ നിന്ന് വാതിപ്പടി നിന്നിട്ട് രണ്ട് കാലും പറ്റി ഒറ്റച്ചാട്ടം കൊടുക്കും. ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ. ഇടത്തേക്കാലാണ്. കാരണം വീട് അഭയകേന്ദ്രമാണ്. വീടും പള്ളിയും എപ്പോ കയറിയാലും വലത് കാല്, ഇറങ്ങുമ്പോ ഇടത് കാല്. അത് ഓർത്താൽ മതി. പള്ളി പോലെ വീട് അങ്ങനെ കരുതിയാൽ മതി. അത് ഉസ്താദ് പറഞ്ഞ ഇറക്കാം. അതുകൊണ്ട് ഞങ്ങൾ പള്ളിയിൽ പോകാതെ വീട്ടിൽ നിൽക്കിയിരിക്കുന്നത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അത് ആ വിഷയത്തിലല്ല. അഭയകേന്ദ്രം എന്ന വിഷയത്തിൽ വീട് പള്ളി പോലെ. അതാണ് പറഞ്ഞത്. നിസ്കരിക്കാനല്ല, നിസ്കരിക്കാൻ പള്ളി പോകണം. ശ്രദ്ധിക്കണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, അറഅയ്ത മുദ്മിനം ബിൽ ഖംരി ഹുവല്ലദീ ലാ യസ്തഫീഖു മിൻ ശുർബിഹാ. 24 മണിക്കൂറും കള്ളു കുടിക്കുന്നവനെ കുറിച്ചാണോ തങ്ങൾ കാഫിറായി ചത്തുപോകുമെന്ന് പറഞ്ഞത്? ആദരവായ പ്രവാചകനെ പറയുകയാണ്, ലാ വലാകിൻ യശ്റബുഹാ ഹീന വജദഹാ. വർഷങ്ങൾക്ക് ശേഷം ഒരിറ്റ് മദ്യമാണ് കഴിച്ചിട്ടുള്ളത്. ജീവിതത്തിൽ ഒരിക്കൽ കഴിച്ചിട്ടുള്ളൂ. പക്ഷെ തൗബ ചെയ്യാതെയാണ് മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ കാഫിറായിട്ടാണ് ചത്തുപോകുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവേ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ. തീർന്നില്ല. റസൂലുള്ളാഹി പറയുകയാണ്, ആരൊരുവൻ കള്ളു കുടിക്കുന്നുണ്ടോ, ലം യഖ്ബലില്ലാഹു മിൻഹു 40 സ്വലാത്താ 40 യൗമാ. 40 ദിവസത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് നമസ്കാരത്തെ സ്വീകരിക്കില്ല എന്നും ഹബീബായ റസൂലുള്ളാഹി. 40 ദിവസത്തെ നിസ്കാരം തന്നെ അല്ലാഹു സ്വീകരിക്കില്ല. ചിന്തിച്ചു നോക്ക്. ഇതൊക്കെ നിസ്സാരമല്ല ഈ പറയുന്നത്. 40 ദിവസത്തെ നിസ്കാരം, 40 വഖത്തല്ല, 40 ദിവസം. ലം യഖ്ബലില്ലാഹു 40 യൗമാ. 40 ദിവസത്തെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. 40 ദിവസത്തെ നിസ്കാരം ചെറിയ കാര്യമല്ല. ഡെയിലി മദ്യപിക്കുന്നവനാണെങ്കിൽ പിന്നെ പറയണോ? അവൻ എപ്പോഴാണ് നിസ്കരിക്കുന്നത്? ഡെയിലി ഈ സാധനം അടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളില്ലേ, അഡിക്റ്റായ ആളുകൾ. ആഴ്ചയിൽ ഒരു ദിവസം മദ്യപിക്കുന്നവർ, മാസത്തിൽ മദ്യപിക്കുന്നവർ. നിന്റെ നിസ്കാരത്തിൽ ഒരെണ്ണം റെഡിയാവോ? എവിടെ എത്തിച്ചേരുക? ആകെ നമുക്കുള്ള പിടിവള്ളിയാണ് നിസ്കാരം. വേറെ ഒന്നും കറക്റ്റ് അല്ല. സക്കാത്ത് കൊടുക്കുന്നുണ്ടോ? എവിടെ? പിതൃ സക്കാത്തിന് 2 കിലോ അരി കൊടുത്തിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞ്. സമ്പത്തിന്റെയും സ്വർണത്തിന്റെയും വെള്ളിയുടെ ഒക്കെ സക്കാത്ത് കൊടുക്കാൻ കിടക്കണം, ഒന്നും കൊടുക്കൂല. കച്ചവടത്തിന്റെ സക്കാത്തുണ്ട്, കൊടുക്കൂല. ഒക്കെ പറയുമ്പോൾ തിരിഞ്ഞിരിക്കും. റമദാനിലെ വെള്ളിയാഴ്ച ദിവസം പിന്നെ ജുമായ്ക്ക് തന്നെ പോകില്ല. പള്ളിയിലെ മുസ്ലിയാരോട് വെറുപ്പ്. മസലയൊക്കെ കേൾക്കുന്ന തന്നെ ഭയങ്കര വിദ്വേഷം. എനിക്കത് പഠിക്കാൻ തന്നെ മേലെ ഉസ്താദ് വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞ നടക്കാണ് ഇങ്ങനത്തെ ആളുകൾ. ആകെ 2.5 കിലോ അരി മാത്രമേ സക്കാത്ത് കഴിഞ്ഞ്. പിന്നെ പെണ്ണുങ്ങളുടെ കയ്യിൽ ഒരു 10,000 രൂപയ്ക്ക് 10,000 രൂപയുടെ നോട്ട് ചില്ലറയാക്കിയിട്ട് 10ന്റെ നോട്ട് കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ വരുമ്പോൾ ആരെങ്കിലും കൊടുത്തേക്കണം. ഇത് കൊടുക്കും, ചില്ലറ കൊടുക്കും. ചക്കാത്ത് കഴിഞ്ഞു. ഇതാണ് ചക്കാത്ത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ പറയണം വിഷയങ്ങൾ. കാരണം നമ്മൾ ഇന്ന് വരെ ചെയ്ത നന്മകളെല്ലാം ഒന്ന് കൂട്ടിക്കഴിച്ച് നോക്കിയാൽ ഒന്നുമില്ല. ദീനിന് വേണ്ടി കൊടുത്ത ഏറ്റവും വലിയ സദക്ക എന്ന് പറയാൻ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ദീനിന് വേണ്ടി കൊടുത്ത ഏറ്റവും വലിയ സദക്ക എന്ന് പറയാൻ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? മരിച്ചിപ്പോ ഇന്ന് മരിക്കാൻ, ഈ സെക്കൻഡിൽ നമ്മൾ മരിക്കാൻ. ഞാൻ മരിക്കുന്നല്ല, നമ്മൾ മരിക്കുന്നു. നമ്മൾ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ നമ്മുടെ അവസ്ഥ എന്താവും? നിങ്ങൾ തന്നെ ചിന്തിക്കും. സ്വർഗമാണോ നരകമാണോ ചിന്തിക്കും. എന്തായാലും ഈമാനുള്ളവരാണല്ലോ, മോമിനാണല്ലോ, വിശ്വാസിയാണ്. അവരോടാണ് ഈ പറയുന്നത്. ലൈവിൽ ഇരിക്കുന്നത് അക്കൂട്ടത്തിൽപ്പെട്ടവരാണ്. നമ്മുടെ അവസ്ഥ എന്താ? സ്വർഗമാണോ നരകമാണോ? എല്ലാവർക്കും ഉറപ്പാണ് നരകമാണ്. കാരണം നമ്മൾ സ്വർഗത്തിന് പറ്റിയ ഒരു അമല് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും. പിന്നെ എന്തായാലും ചെയ്യാൻ നിൽക്കുന്നത്? നാ സദക്ക ഉണ്ടെങ്കിലും വല്ല നേട്ടമുണ്ടോ? ഒന്നുമില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജീവിതത്തിൽ
ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരല്പം മദ്യം നുകർന്നിട്ടുണ്ടോ അവനും കാഫിറായി ചത്തുപോകുമേ തൗബ ചെയ്തിട്ടില്ല എങ്കിലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. 40 ദിവസത്തെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല, അവനെ നരകകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമേ തൗബ ചെയ്തിട്ടില്ല എങ്കിലെന്നും ഹബീബുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ചെറിയ കാര്യമല്ല കള്ളുകൂടി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ലോകാവസാനത്തിന്റെ അടയാളമായി റസൂലുള്ളാഹി പരിചയപ്പെടുത്തുകയാണ് വയക്സുറു ശുറുബുൽ ഖംരി, കള്ളുകൂടി അധികരിക്കും. അവസാന കാലഘട്ടം വരുമ്പോ ലഹരി അധികരിക്കുമേ. ഒരാൾ മുഅ്മിനാകാൻ ഇതിനേക്കാൾ വലിയ തെളിവൊന്നും വേണ്ട. ഞാൻ ഇന്ന് പറഞ്ഞ 4 ഹദീസുകൾ, കാരണം ഒക്കെ ഈ കാലഘട്ടത്തോട് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക. കള്ളുകൂടി അതിരിക്കുന്ന പറയാൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇഷ്ടം പോലെ ഔട്ട്ലെറ്റിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ബീവറേജിൽ എല്ലാ സൗകര്യങ്ങളും എല്ലാവരും കുടിച്ചോളാനാ പറയും. സൗദി അടക്കമുള്ള രാജ്യങ്ങളൊക്കെ ഇതിന് പിൻബലം കൊടുക്കാൻ ഒന്ന് ചിന്തിച്ചാൽ നമ്മൾ അവസാന കാലഘട്ടമായപ്പോഴേ ഏഷ്യാലയങ്ങൾ തുറക്കപ്പെടാൻ പോവാണ് സൗദിയിൽ. അറേബ്യയിലുള്ളവർ ബഹ്റൈനിലോട്ടും മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ദുബായിലൊക്കെ പോയിരുന്നവർ ഇനി അങ്ങോട്ടൊന്നും പോകണ്ട, ഇവിടെ തന്നെ തുടങ്ങാണ് വേശ്യാലയം എന്ന് പറയാൻ. അവിടെയുള്ള സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തു, ആയിക്കോട്ടെ. അതിനപ്പുറത്തേക്ക് വ്യഭിചാരശാലകൾ തുറക്കുന്നു, അവിടെ സിനിമാ തിയേറ്ററുകൾ തുറക്കുന്നു. സൗദി അറേബ്യ എന്ന് പറയുന്ന മഹനീയമായ ഏറ്റവും സുന്ദരമായ ഇസ്ലാമിക രാഷ്ട്രത്തിൽ പോലും അമുസ്ലിമീങ്ങളുടേതാകുന്ന മോശപ്പെട്ട പ്രവണതകൾ, അനിതര ഇസ്ലാമികമാകുന്ന പ്രവണതകളുമായി സമൂഹത്തെ മോശമാകുന്ന ചുറ്റുവട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു. കള്ളും കഞ്ചാവും ഒക്കെ അടിച്ചോ ഒരു കുഴപ്പമില്ല, രഹസ്യമായിരിക്കണം. പരസ്യമായിട്ട് ചെയ്താൽ ചെറിയ പണിയുണ്ട്, അതൊക്കെ കുറച്ചു കാലം കഴിയുമ്പോൾ അത് നിൽക്കും. പക്ഷെ ഇത് എത്രയും കൂടുകയാണ്, സമൂഹത്തിൽ വല്ലാതെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കാൻ. റസൂലുള്ളാഹി പറഞ്ഞത് വല്ലാതെ കടന്നു വന്നു. വയക്സുറു ശുറുബുൽ ഖംർ, അവസാന കാലഘട്ടമാകുമ്പോൾ ലഹരിയുടെ ഉപയോഗം അധികരിക്കും. ശരിയല്ലേ? അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് മക്കളെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം കറക്റ്റ് ആണോ എന്ന് നമ്മൾ നോക്കണം. അവർ ക്ലാസ്സിൽ പോകുന്നുണ്ടോ എന്ന് ഓരോ രക്ഷിതാക്കളും ശരിക്കും നിരീക്ഷിക്കണം. സ്കൂളിൽ തന്നെയാണോ പോകുന്നത്, മദ്രസയിലേക്ക് വിടുന്നു, മദ്രസയിൽ തന്നെ പോകുന്നുണ്ടോ? മദ്രസയിൽ പെടുന്നതിനൊക്കെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. എല്ലാ ക്ലാസ്സുകളും നിസ്സാരമല്ല, ഗൗരവം തന്നെയാണ്. പ്രത്യേകിച്ച് താഴെയുള്ള ക്ലാസ്സുകൾ നമ്മൾ അവധിയെടുത്ത് ഞായറാഴ്ച ദിവസമൊക്കെ കല്യാണത്തിനൊക്കെ മക്കളെ കൊണ്ടുപോയി അലിഫും ബാവും തിരിയാതെ വന്നാൽ പിന്നെ അവളെ കൂട്ടക്ഷരം വായിക്കൂല. അടുത്ത ക്ലാസ്സിൽ കൊണ്ടിരുത്തിയാൽ ഓതാൻ അറിയാത്ത അവസ്ഥയാവും. ഒരു ഉസ്താദ്മാരെ പഴിചാരിയിട്ട് കാര്യമില്ല. അതിനാണ് നമ്മൾ മദ്രസകൾ നിസ്സാരമല്ല എന്ന് പറയുന്നത്. നിസ്സാരമല്ല, വളരെ ഗൗരവത്തിൽ കാണേണ്ട സ്ഥാപനമാണ് മദ്രസ. ഇരിക്കുന്ന ഓരോരുത്തരും ഖുർആൻ ഓതാൻ പഠിച്ചത്, ഒന്നാമത്തെ ജുസു തന്നെ പഠിച്ചത്, അമ്മ ജുസു പൂർത്തിയായി പഠിച്ചത്, ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഓതാൻ പഠിച്ചതും നമ്മളെ പഠിപ്പിച്ചതുമായ ഉസ്താദുമാർ, അവരോടാണ് ആദ്യമായി നമ്മൾ കടപ്പാട്. മനസ്സിലാക്കണം. കാരണം അവര് സഹിച്ച ത്യാഗം പോലെ ലോകത്തൊരാൾ സഹിച്ചിട്ടില്ല. ചെറിയ ത്യാഗമാണ് ചെറിയ കുട്ടികളെ പഠിപ്പിക്കുക. അത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സദസ്സ് ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. അല്ലാഹു സ്വീകരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 7 വൻ പാപങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം. 7 പരിശുദ്ധ പ്രവാചകൻ ഹദീസിലും ഈ ഒരൊറ്റ ഹദീസിലും വിവിധങ്ങളാകുന്ന ഹദീസിലൂടെ പല കാര്യങ്ങളും പ്രവാചകൻ എടുത്ത് ചൂണ്ടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹദറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഒരു ഗ്രന്ഥമുണ്ട്, അസ്സവാജിർ. പാപങ്ങളെ പറ്റി പ്രത്യേകമായി എടുത്തു പറയുന്ന വൻ പാപങ്ങളടക്കമുള്ളതാകുന്ന തെറ്റുകുറ്റങ്ങളെ എടുത്ത് ചൂണ്ടിപ്പറയുന്നുണ്ട്. 130ഓളം വലിയ പാപങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ടവർ ആ കിതാബിൽ എണ്ണുന്നതായി കാണാം. അപ്പൊ 7 ചുരുക്കപ്പെട്ടിട്ടില്ല എന്നർത്ഥം. അതിൽ കൂടുതൽ ധാരാളം മറ്റു ചില പാപങ്ങളും ഉണ്ട് എന്നർത്ഥം. അള്ളാഹു നമ്മളെ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതിൽ പെട്ടെന്നാണ് അശ്ശിർക്കു ബില്ലാ, അള്ളാഹു അല്ലാത്തവരോടുള്ളതാകുന്ന ആരാധന ഒരിക്കലും പാടില്ല. ഒരാളെയും ആരാധിക്കാൻ പാടില്ല. അത് തന്നെയാണല്ലോ നമ്മുടെ വിശ്വാസവും നമ്മുടെ ആചാരവും അനുഷ്ഠാനവും. അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ ഇഷ്ക് വെക്കുന്നു, പ്രേമിക്കുന്നു, അനുരാഗം വെച്ച് പുലർത്തുന്നു. ആ പ്രവാചകനെ അള്ളാഹുവിന്റെ അടിമയായി, ദാസനായി തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ ആ പ്രവാചകർക്ക് ധാരാളം മഹത്വങ്ങൾ ഉണ്ടെന്നും നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ മുത്തുനബിയെ നമ്മൾ ആരാധിക്കുന്നില്ല, നല്ല ആദരവും ബഹുമാനവും വെച്ച് പുലർത്തുന്നു.
ആ ആദരവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ മൗലിദ് കർമ്മം നമ്മൾ നടത്തുന്നു. പരിശുദ്ധ പ്രവാചകന്റെ മേൽ പ്രകീർത്തന സദസ്സുകൾ നാം സംഘടിപ്പിക്കുന്നു. സ്വലാത്തുകൾ ധാരാളമായി ചൊല്ലുന്നു. ഖുർആൻ ഓതി ഖത്മ് ചെയ്യുന്നു. പാവപ്പെട്ടവർക്ക് ദാനധർമ്മങ്ങൾ നടത്തുന്നു. ഭക്ഷണപ്പൊതികൾ പ്രവാചകന്റെ പേരിൽ വിതരണം ചെയ്ത് ആ പ്രവാചകന്റെ പൊരുത്തം നമ്മൾ കാംക്ഷിക്കുന്നു. ഇതൊക്കെ അവിടുത്തോടുള്ള ആദരവും ബഹുമാനവുമായിട്ടാണ്. ഉത്തരവി മാത്രമല്ല, ലോകത്ത് ഏറ്റവും ഉന്നതരാകുന്ന ഏറ്റവും വലിയ ഉന്നതനായ വ്യക്തിത്വമാണല്ലോ പ്രവാചകൻ. അതുകൊണ്ടാണ് പ്രവാചകനെ പറഞ്ഞത്, ലോകത്തെ ഏത് വ്യക്തിയായിരുന്നാലും ഒരാളെയും അല്ലാഹു അല്ലാത്ത മറ്റൊരു മഖ്ലൂക്കിനെയും ആരാധിക്കാൻ പാടില്ല. ശ്രദ്ധിക്കണേ, ആ ആരാധന വലിയ വിപത്തായി മാറും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. രണ്ടാമതായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വസിഹ്റു മാരണമാണ്, അഭിചാരമാണ്. കൂടോത്രം ചെയ്യൽ അത് പരിശുദ്ധമായ ദീനിനെ വിലക്കിയതായ വസ്തുതയാണ്. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആഭിചാര ക്രിയ ചെയ്യൽ പാടില്ല സ്വഹാബ, അത് വൻ പാപമാണ്, വൻ പാപമാണ്. വൻ പാപത്തെ ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ എണ്ണിയതാണ്. ഒന്ന്, അല്ലാഹുവിൽ പങ്കുചേർക്കുക. രണ്ടാമത്തത് വസ്സിഹർ, മാരണം ചെയ്യുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇന്ന് സമൂഹത്തിൽ അത് കൂടി വരികയല്ലേ? അതല്ലേ ഇലന്തൂര് നടന്നതും, അതല്ലേ സമൂഹത്തിൽ ഇന്ന് പല ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ടയിലെ തന്നെ മറ്റൊരു കേസ് ഇപ്പോൾ ചാനലുകൾ ചർച്ച ചെയ്യാൻ, ശോഭന എന്ന പേരുള്ളതാകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് വരുന്നതാകുന്ന കുട്ടികളുടേതാകുന്ന വസ്ത്രമഴിപ്പിച്ച് തുണിയില്ലാതെ നിർത്തിയിട്ട് അവരുടേതാകുന്ന ശരീരത്തിൽ വടികൊണ്ട് ചൂരലുകൊണ്ട് അടിക്കുകയും മർദ്ദിക്കുകയും പിശാചിനെ പുറത്തെടുക്കാനുള്ളതാകുന്ന പണികൾ എടുപ്പിക്കുന്നതാകുന്ന മോശപ്പെട്ട പ്രവണത ഇത് സമൂഹത്തിൽ നിന്ന് വല്ലാതെ കൂടി വരികയാണ്. അത്തരത്തിലുള്ളതാകുന്ന ആളുകളെ സമീപിക്കുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഭൂഷണമല്ല എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്നത്. ഓരോ മതസ്ഥർക്കും അവരുടേതാകുന്ന ആളുകളുടെ അടുക്കൽ പോകാം, ചികിത്സ നടത്താം. അതിന് നമ്മൾ ആരും എതിര് പറയുന്നില്ല. മുസ്ലിമീങ്ങളാകുന്ന ഈമാനുള്ള അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന, ഖബറുണ്ടെന്നും മഹ്ശറയുണ്ടെന്നും മഹ്ശറി വിചാരണയുണ്ടെന്നും ശേഷം സ്വർഗത്തിലേക്ക് പോകേണ്ടവരുമാണ് എന്ന് വിശ്വാസമുള്ളതാകുന്ന സത്യവിശ്വാസികൾ ഇത്തരത്തിലുള്ളതാകുന്ന ആളുകളുടെ, സിദ്ധന്മാരുടെ, വ്യാജന്മാരുടെ അടുക്കൽ പോകരുത്. പരിശുദ്ധ ദീൻ എതിരാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, മൻ അതാ കാഹിനാ ഫസദ്ദഖഹു ബിമാ യഖൂലു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരൊരുവൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ട വ്യക്തി, ഈമാനുള്ള വ്യക്തി, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന വ്യക്തി, അല്ലാഹുവിലും അവന്റെ റസൂലിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ളതായ വ്യക്തിയാണ്. അത്തരത്തിലുള്ള സഹോദരനോ സഹോദരിയോ ഒരു ജ്യോത്സ്യന്റെ സവിധത്തിൽ പോയി കണക്കിട്ട് നോക്കിയാൽ കാര്യങ്ങൾ വിധിച്ചാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ പ്രവാചകർ കൊണ്ടുവന്നതായ എല്ലാ കാര്യങ്ങളെയും അവൻ അവിശ്വസിക്കുന്നവനാ, അവൻ കാഫിറായി പോകാനത് മതിയെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട ഉമ്മ, ചെറുപ്പക്കാരാ, സഹോദര സഹോദരി, ആഖിറം നഷ്ടപ്പെടുത്തി കളയരുത്. ഈ ദുനിയാവിൽ തന്നെ വലിയ പ്രയാസം നേരിടേണ്ടി വരുമേ. ആദരവായ പ്രവാചകന്റെ അധ്യാപനമാണ്, അധ്യാപനമാണ്. മൻ അതാ കാഹിനാ ഫസദ്ദഖഹു ബിമാ യഖൂൽ. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ അത്തരത്തിലുള്ള ആളുകളുടെ സവിധത്തിൽ പോയി അവരുടെ വാക്ക് വിശ്വസിച്ചു കഴിഞ്ഞാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ തീർച്ചയായും ആദരവായ പ്രവാചകർ കൊണ്ടുവന്നിട്ടുള്ള സർവ്വ കാര്യങ്ങളെയും അവിശ്വസിച്ചവനാണ്, ഖുർആനിൽ വിശ്വാസമില്ലാത്തവനാണെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഖുർആനും ഹദീസിനും എതിര് പ്രവർത്തിച്ചവനാണ് അവൻ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇന്ന് ധാരാളം സഹോദരിമാർ, തലയിൽ തട്ടമിട്ടതാകുന്ന മുസ്ലിം അംഗമാർ അത്തരത്തിലുള്ള അടുക്കൽ ചാഞ്ഞും ചെരിഞ്ഞുമൊക്കെ പോകുന്ന, മറഞ്ഞും തെളിഞ്ഞുമൊക്കെ പോകുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. നിസ്സാര വിഷയമല്ല, ഈമാൻ തെറ്റിപ്പോകുന്ന വിഷയമാണ്. എന്തിനാണ് പോകുന്നത്? പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, യുഫർരിഖു ബൈനൽ മർഇ വസൗജിഹി, ഭർത്താവിന്റെയും ഭാര്യയ്ക്കും ഇടയിൽ പിണക്കം തീർക്കാനും ഈ
സിഹർ കൊണ്ട് ഈ മാരണം കൊണ്ട് കഴിയുമെന്ന് വിശുദ്ധമായ ഖുർആൻ. മാരണം ചെയ്താൽ അതിലൂടെ കിട്ടുന്ന നേട്ടം, ചെയ്യുന്നവന് കിട്ടുന്ന നേട്ടം, ചെയ്യുന്നവൻ പോകുന്നത് ഈ നേട്ടത്തിന് വേണ്ടിയാണ്. യുഫരിഖു ബൈനൽ മർഇ വ സൗജി, ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ പിണക്കമുണ്ടാക്കാനാണ് ഇത്തരക്കാർ ശ്രമിക്കുന്നത്. അതൊരു ഉദാഹരണം. ഇത് വിശദീകരിച്ചിട്ട് മുഫസ്സിരീങ്ങൾ പറയുന്നു, വാപ്പയും ഉമ്മയ്ക്കുമിടയിൽ, ഭാര്യ ഭർത്താവിനിടയിൽ, മക്കൾക്ക് മാതാപിതാക്കൾക്കിടയിൽ, മാതാപിതാക്കൾ മക്കൾക്കിടയിൽ, സഹോദര സഹോദരിമാർക്കിടയിൽ, അയൽവാസികൾക്കിടയിൽ, ബന്ധുക്കൾക്കിടയിൽ എന്ന് വേണ്ട ആർക്കിടയിൽ തെറ്റിപ്പിരിയണമെന്ന് ലക്ഷ്യം വെച്ചിട്ടാണോ ഈ കൂടോത്രം ചെയ്യുന്നത്? കൂടോത്രത്തിന് അത് സാധിക്കുമെന്ന് ഖുർആൻ. അത് സാധിക്കില്ല ഖുർആൻ. അത് കാരണം എന്താ? പിശാചിന്റെ പ്രവർത്തനമാണ്. പിശാചിനെ കൈവശം വെച്ചിട്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കും. അത് ചെയ്യൽ വൻ പാപമാണ്, നരകത്തിൽ കിടക്കും. ഹബീബ് റസൂലുള്ളാഹി അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആ തെറ്റ് ചെയ്യാൻ പാടില്ല, അതിന് കൂട്ടു നിൽക്കാൻ പാടില്ല, അതിന് സഹായികളായി പോകാൻ പാടില്ല. അത്തരത്തിലുള്ള ആളുകളുടെ സവിധത്തിലേക്ക് നമ്മൾ ആളെ കൂട്ടാൻ പാടില്ല, കൊണ്ടുപോകാൻ പാടില്ല, ആളെ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല. ചില ആളുകൾ ഖുർആനും ഹദീസും വെച്ചൊക്കെ ചികിത്സ നടത്തിയിട്ട് കുറച്ച് കഴിയുമ്പോൾ പറയും, ഇനി നമ്മളെ കൊണ്ട് പറ്റൂല, എല്ലാം അവിടെ മന്ത്രവാദി എടുത്തു വയ്ക്കോ എന്ന് പറഞ്ഞു വിടുന്ന ആളുകൾ തന്നെ നമ്മുടെ സമുദായത്തിലുണ്ട്. വലിയ പാതകമാണ്, വലിയ തെറ്റാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാണ്. വലിയ തെറ്റാണത്, ശ്രദ്ധിക്കണം. ഇതിൽ ഏറ്റവും കൂടുതൽ അകപ്പെടുന്നത് മുസ്ലിം സഹോദരിമാരാണ്. ഇത് ഉണർത്തുന്നത് പൈശാചിക ബാധ ഏൽക്കലുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. കാരണം ഏർവാടിയിലും മറ്റുള്ള ദർഗകളിലുമൊക്കെ വെള്ളിയാഴ്ച രാവൊക്കെ നേരിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എത്രയോ സഹോദരിമാർക്ക്, എത്രയോ സഹോദരങ്ങൾക്ക് പൈശാചിക ബാധ ഏറ്റവർ നേരിട്ട് നമ്മൾ കാണുന്നതാണ്. പിന്നെ ചിലതൊക്കെ തട്ടിപ്പുണ്ട്, ഇല്ലാന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ചിലത് തട്ടിപ്പുണ്ട്. എന്ന് പറയാൻ ഓടി നടക്കുന്നതാണ്. ഉച്ച കഴിയുമ്പോൾ നല്ല പൊറോട്ടയും മട്ടനും അടിക്കുന്നുണ്ടാണ്. ക്ഷീണിച്ച് കഴിയുമ്പോൾ 2-3 റൗണ്ട് കഴിയുമ്പോൾ ശൈത്താനിയത്തുള്ളതുകൊണ്ട് ഇല്ലാത്ത തട്ടിപ്പിന്റെ അഹലുകാരുണ്ട്. എന്തായാലും ബുദ്ധിയും ബോധമുള്ളവരാണ് നമ്മൾ കേരളീയർ. അരിയാഹാരം കഴിക്കുന്നവരാണ്. നമുക്ക് കണ്ടാൽ മനസ്സിലാകും തട്ടിപ്പാണോ വെട്ടിപ്പാണോ. പക്ഷെ എങ്കിൽ പോലും ഈ കാലഘട്ടത്തിൽ വിവര സാങ്കേതിക വിദ്യകൾ ഉയർന്നിരിക്കുന്ന കാലഘട്ടം, വളരെ ഉയർന്ന വിദ്യാഭ്യാസം നുകർന്നിട്ടുള്ളതാകുന്ന മുസ്ലിം സഹോദരങ്ങൾ സഹോദരിമാർ നിലകൊള്ളുന്ന കാലഘട്ടം, സാക്ഷരതയിൽ നമ്പർ 1 ആയ ഈ കൊച്ചു കേരളത്തിൽ വിവര സാങ്കേതിക ഉയർന്നതാകുന്ന ഈ കാലഘട്ടത്തിൽ പോലും ഇത്തരത്തിലുള്ളതാകുന്ന നരബലികൾ സാഹൂതം ഇവിടെ നടക്കുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അവിടെയാണ് വിഷയം. വലിയ വിവരമുള്ള കൗമാൻ, പക്ഷെ പ്രവർത്തനമൊക്കെ വെറും വിവരമില്ലാത്ത ആൾക്കാരുടെ പ്രവർത്തനമാണ്. ഒരു മുതല മരിച്ചപ്പോ കണ്ടില്ലേ കാസർഗോഡ് ജില്ലയിൽ, അതിനെ തൊട്ടുകൊണ്ട് വണങ്ങിക്കുക, സുജൂദ് മുതലയുടെ മുന്നിൽ. എന്നിട്ട് അത് ലോകം മുഴുവൻ കാണിച്ചു കൊടുക്കുക. എന്താണ് സമൂഹത്തിന്റെ അവസ്ഥ? അതിലെല്ലാവരും ഉണ്ട്. രാഷ്ട്രീയ പ്രമുഖരുണ്ട്, സാമുദായിക ആളുകളുണ്ട്, അല്ലാത്തവരുണ്ട്, എല്ലാ അഹലുകാരുണ്ട്. എന്താണ് നമ്മുടെ അവസ്ഥ? എന്താണ് മനുഷ്യന്റെ അവസ്ഥ എന്ന് ചിന്തിച്ചു നോക്ക്. ഓരോരുത്തർക്കും അവരുടെ ആചാരം പോട്ടെ, അത് വേറൊരു വിഷയമാണ്. ولا تسبوا الذين يدعون من دون الله فيسبوا الله عدوا بغير علم. മറ്റൊരാളുടെ മതത്തിന്റെ ആശയത്തിനും ആദർശത്തിനും നമ്മൾ കൈകടത്തണ്ട, അത് അവരുമായിട്ട് പോട്ടെ, വേറൊരു വിഷയം. പക്ഷെ മുസ്ലിമീങ്ങൾ അവർ ശ്രദ്ധിക്കണം, അവരുടെ ഈമാനിനെ കളങ്കപ്പെടുത്താൻ പാടില്ല. അവിടെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ആമീൻ പോയല്ലോ. വീണ്ടും നമ്മുടെ ഇസ്മായിലൊക്കെ ഉണ്ടല്ലോ അവിടെ, അല്ലേ? അവിടെ ഇസ്മായിൽ കൈ ഉയർത്തിക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കണേ നിങ്ങൾ, എന്താണ് സമൂഹത്തിൽ നടക്കുന്നത്? കൊലപാതകങ്ങൾ അധികരിക്കുക, സമൂഹത്തിൽ വല്ലാത്ത മോശപ്പെട്ട പ്രവണതകൾ അധികരിക്കുന്ന കാലഘട്ടം. റസൂലുള്ള പറഞ്ഞത് ഇന്ന് നേർക്കുനേരെ പുലരുകയാണ്. തങ്ങൾ പറഞ്ഞില്ലയോ, സയഅതി സമാനുൻ അലാ ഉമ്മതി ലാ യദിരിൽ ഖാതിലു ഫീമാ ഖതലാ വലാ യദിരിൽ മഖ്തൂലു അലാ അയ്യി ശൈഇൻ ഖുതിലാ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബ ഒരു കാലഘട്ടം എന്ന സമൂഹത്തിൽ കടന്നു വരും. സ്വഹാബ ലാ യദിരിൽ ഖാതിലു ഫീമാ ഖതലാ, അന്ന് കൊല ചെയ്തവർ എന്തിനാണ് ഞാൻ കൊല നടത്തിയത് എന്ന് അറിയാത്ത കാലഘട്ടമാണ്. വലാ
യദിരിൽ മഖ്തൂലു അലാ അയ്യി ശൈഇൻ ഖുതില. കൊല ചെയ്യപ്പെട്ടവർ എന്തിനാണ് എന്നെ കൊല ചെയ്യപ്പെട്ടത് എന്ന് പോലും അറിയില്ല. വല്ല നാട്ടിലും ലോട്ടറി വിറ്റുകൊണ്ട് നടന്നവരാണ്, വിളിച്ചു കൊണ്ടുപോയി കശാപ്പ് ചെയ്യുകയാണ്. ശരീരത്തിന്റെ അവയവങ്ങളെ ഇഞ്ചിഞ്ചായി വെട്ടി നുറുക്കുകയാണ്. അത് കൊണ്ടുപോയി മാംസം കൊണ്ടുപോയി വേവിച്ച് തിന്നുന്നതായ ഘട്ടമാണ്. വലാ യദിരിൽ മഖ്തൂലു അലാ അയ്യി ശൈഇൻ ഖുതില. ഞാൻ എന്ത് പാപമാണ് ചെയ്തത്, എന്തിന്റെ പേരിലാണ് എന്നെ കൊല ചെയ്യപ്പെടുന്നത് എന്ന് കൊല ചെയ്യപ്പെടുന്നവർക്ക് അറിയാത്ത കാലഘട്ടം കടന്നു വരുമേ. അത് കാണാ. ലാ തഖൂമു സ്സാഅ, ലോകാവസാനം സംഭവിക്കുകയില്ല സഹാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ചില ആളുകൾ പറയുന്നുണ്ട്, ഇപ്പോഴും ചാനലിൽ പറയുന്നുണ്ട്, നിരീശ്വരവാദികൾ, നാസ്തികരായ ആളുകൾ, മുസ്ലിമീങ്ങളാണ് ഈ നരബലി കൊണ്ടുവന്നത്. എവിടെ നരബലി കൊണ്ടുവന്നു? എവിടെ നരബലി കൊണ്ടുവന്നു? അപ്പം പറയും ഇസ്മായിൽ നബി അറക്കാൻ വേണ്ടി പോയില്ലേ? അറക്കാൻ വേണ്ടി പോയി, അർത്ഥോ ഇല്ലെങ്കിൽ അറക്കാൻ പറഞ്ഞോ, ശേഷം പിന്നീട് അത് നടപ്പിൽ വരുത്തിയോ? അവിടെയാണ് ചർച്ച. ഇവിടെ ബലിക്കല്ലിൽ കടത്തിയിട്ട് ആളുകളെ വെട്ടി നുറുക്കി കൊന്ന കഥ പറയുമ്പോ ബലിക്കല്ലിൽ കൊണ്ടുപോയി കടത്തിയില്ലേ എന്ന് പറയാ. അത് ചരിത്രം പഠിക്കണം. അത് മാത്രമല്ല, രണ്ടെണ്ണം നടന്നിട്ടുണ്ട്. ഒരെണ്ണോടെ വേണം പറഞ്ഞുതരാം. ഒരെണ്ണല്ലേ ഇപ്പൊ നിങ്ങൾക്ക് അറിയുള്ളൂ, ഇസ്മായിൽ നബിയുടെ കഥ. വേറൊരു കഥ കൂടെ പറഞ്ഞുതരാം, കേട്ടോ. قال رسول الله صلى الله عليه وسلم, നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന ഇബ്നു ദബീഹി, അന ഇബ്നു ദബീഹി. രണ്ട് പ്രാവശ്യം അറക്കാൻ പിടിക്കപ്പെട്ടതായ പിതാക്കന്മാരാണ്, ആ പിതാക്കന്മാരാണ് എനിക്കുള്ളത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകന്റെ വല്ലുപ്പയല്ലയോ സയ്യിദുനാ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്മായിലിന്റെ പരമ്പരയാണ് ആദരവായ മുത്തുനബിയിലേക്ക് ചേരുന്നത്. പ്രവാചകന്റെ വാപ്പയാണ്, ഉപ്പയാണ്. സയ്യിദുനാ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജന്റെ 8 വാപ്പയാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വപ്നം കാണുകയാ, നിന്റെ മകനെ അല്ലാഹുവിന് വേണ്ടി ബലി കഴിക്കണേ, ബലി കഴിക്കണേ. എന്തിനാ ഇത് കാണുന്നത്? അത് പഠിക്കണമെങ്കിൽ ആ കാലഘട്ടം പഠിക്കണം, ചരിത്രം പഠിക്കണം. വെറുതെ അല്ല ബലിക്കല്ലിലോട്ട് കടത്താൻ പറഞ്ഞത്, പഠിക്കണം. നമ്മൾ തന്നെ പഠിക്കാത്തൊരു ചരിത്രമാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. ശരിക്കും ശ്രദ്ധിക്കണേ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വല്യപ്പയാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മൾ പഠിക്കണേ. മെസൊപ്പൊട്ടേമിയൻ തലസ്ഥാനമായ ബാബിലോണിയുടെ ഊറ എന്ന് പറയുന്ന ദേശത്തായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിച്ചത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭൂജാതനായത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിറവിയെടുത്തത് മെസൊപ്പൊട്ടേമിയന്റെ തലസ്ഥാനമായ ബാബിലോണിയിലെ ഊറ എന്ന് പറയുന്ന ദേശമാണ്. അതൊരു ഗ്രാമമാണ്. അന്നാ ജനങ്ങൾ, അവിടെയുള്ളതാകുന്ന ആളുകൾ അഗ്നിദേവനാകുന്ന സൂര്യനെ ആരാധിച്ചു പോന്നിരുന്നവരാണ്. അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, സൂര്യൻ്റെതാകുന്ന പ്രഭ, അതിന്റെ പ്രകാശം കെടുത്തിക്കളയാനാണ് രാത്രി എന്ന രാക്ഷസൻ കടന്നു വരുന്നത്. രാത്രി കടന്നു വരുന്നത് തന്നെ സൂര്യന്റെ പ്രഭ നഷ്ടപ്പെടുത്താനാണ്. അതുകൊണ്ട് തന്നെ നേരം വെളുക്കുമ്പോൾ സൂര്യൻ കടന്നു വരണം. അഗ്നിദേവനെ ആരാധിച്ചു കൊണ്ടിരുന്നവർ, സൂര്യനെ ദേവനായി കണ്ടുകൊണ്ടിരുന്നവർ, ആ അഗ്നിദേവനെ പ്രീണിപ്പെടുത്താൻ എല്ലാ ദിവസവും അവർ ആളുകളെ കൊല ചെയ്യുകയാണ്. ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ ജനങ്ങളെ കുരുതി കൊടുക്കുകയായിരുന്നു. നഊദു ബില്ലാഹ്. ആണിനെയും കൊടുക്കും, പെണ്ണിനെയും കൊടുക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒരാൾക്ക് കുട്ടി ജനിച്ചു, 5-6 മക്കളുണ്ടെങ്കിൽ അതിൽ ആണിനെയും പെണ്ണിനെ 2 മക്കളെ ആർക്ക് കൊടുക്കണം? കുരുതി കൊടുത്തിരിക്കണം, സൂര്യദേവനെ പ്രീതിപ്പെടുത്താൻ. അവരുടെ വിശ്വാസം ഓരോ കാലഘട്ടത്തിലെ ആചാരമാണ്. എന്താ അങ്ങനെയെന്ന്? എന്താ നാട്ടുകാരുടെ ആചാരമാണ്. ഇന്നും സമൂഹത്തിൽ നടക്കുന്ന ആചാരങ്ങൾ, പലവിധ ആചാരങ്ങൾ അന്നുള്ള സമൂഹത്തിന്റെ ആചാരമാണ്, അവരുടെ അനുഷ്ഠാനമാണ്. സൂര്യന്റെ പ്രകാശം കെട്ടുപോകാതിരിക്കാൻ എല്ലാ ദിവസവും ആരുടെയെങ്കിലും മക്കളെ കൊണ്ടുവന്നിട്ട് കുരുതി കൊടുക്കും. ആൺപെണ്ണ് വ്യത്യാസമില്ലാതെ കുരുതി കൊടുക്കുക.
ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ തന്നെ പറഞ്ഞിട്ടില്ലേ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവർക്കിടയിൽ വളരെ ബുദ്ധിപരമായി പ്രവർത്തിച്ചു. സൂര്യനെ ആരാധിച്ചുകൊണ്ടിരുന്ന സമൂഹത്തോട് ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബുദ്ധിപരമായിട്ട് പറയുകയാണ്, രാത്രി സമയത്ത് ആകാശത്തെ നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങിയപ്പോ റബ്ബി, ഇതെന്റെ റബ്ബാണ്. ആകാശത്ത് നക്ഷത്രം വന്നപ്പോ ഇബ്രാഹിം നബി പറഞ്ഞു, ആൾക്കാർ കേട്ടോണ്ടിരിക്കുക, ഇതാണ് എന്റെ റബ്ബ്, ഈ കാണുന്ന നക്ഷത്രമാണ് എന്റെ റബ്ബ്. കാരണം എന്താ, കൗമ അങ്ങനത്തെ ബോധമുള്ള കൗമാൻ, അവരോട് സംവദിക്കുമ്പോൾ ആ ബോധത്തിൽ ഇറങ്ങി സംസാരിക്കണം. അതുകൊണ്ട് അവരോട് പറഞ്ഞു, എന്ത്, സൂര്യനെ ദേവനായി അഗ്നിദേവനായി കാണുന്ന സമൂഹത്തോട് പറയാൻ, ഈ കാണുന്നതാകുന്ന നക്ഷത്രം ഉണ്ടോ, ഈ രാത്രി നിൽക്കുന്ന ഈ നക്ഷത്രം, ഇതാണ് എന്റെ റബ്ബ് കേട്ടോ, ഇതാണ് എന്റെ രക്ഷിതാവ്. ആ നക്ഷത്രം അണഞ്ഞു പോയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയാണ്, അല്ല അല്ല, ഇതല്ല എന്റെ റബ്ബ്, ഇതെന്റെ റബ്ബല്ല. കുറച്ചേരം കഴിഞ്ഞപ്പോ നക്ഷത്രം അണഞ്ഞു പോയി, മാഞ്ഞു പോയി, മേഘങ്ങൾക്കിടയിൽ പോയി, പിന്നെ കാണുവാനില്ല. പിന്നെ അതാ കടന്നു വരുന്ന ചന്ദ്രനെ കടന്നു വരുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനങ്ങളെ ബുദ്ധിപരമായി അവരെ നിയമം പഠിപ്പിക്കുകയാണ്. സൂര്യനെ ആരാധിച്ചു കൊണ്ടിരുന്ന സമൂഹത്തെ, നിങ്ങൾ ആരാധിക്കുന്നതാകുന്ന ദൈവം യഥാർത്ഥമാകുന്ന ദൈവമല്ല എന്ന് പഠിപ്പിക്കാൻ അവർക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് സംസാരിക്കുകയാ. ചന്ദ്രനെ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ഹാദാ റബ്ബീ, ഹാദാ റബ്ബീ. ഇതാണ് ഈ കാണുന്ന ചന്ദ്രൻ ഉണ്ടല്ല, ഇതാണ് എന്റെ റബ്ബ്. അല്പനേരം കഴിഞ്ഞപ്പോൾ അല്പനേരം കഴിഞ്ഞപ്പോൾ അത് വീണ്ടും അണഞ്ഞു പോവുകയാണ്. ചന്ദ്രൻ അണഞ്ഞു പോവുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു അത്രേ, ഇതല്ല എന്റെ റബ്ബ്. ഇരിക്കാൻ സമയമില്ല, പറയാണ്ട് ആയത്തൊക്കെ ഒരുപാട് പറയേണ്ടത് അവിടെ, ഞാൻ ചുരുക്കി പറയാം. വേറെയും പറയാനുള്ളത് കൊണ്ടാണ് ചുരുക്കുന്നത്. അല്ലെങ്കിൽ ഇത് മാത്രം പറഞ്ഞാൽ നേരം വെളുക്കും, അത്രത്തോളം ആയത്തുണ്ട് ആ വിഷയത്തിൽ. ഇതല്ല എന്റെ റബ്ബ്, ഇതല്ല. കണ്ട, ഇത് മാഞ്ഞു പോയ സമയം, ഇങ്ങനെ മായുന്നതൊന്നും നമ്മുടെ റബ്ബല്ല. അപ്പൊ ജനങ്ങൾ കേട്ടോടിക്കുക, ജനങ്ങൾ അപ്പൊ തന്നെ ശരിയാ പറഞ്ഞത് കേട്ടാ, കാരണം മാഞ്ഞു പോയില്ല. മാഞ്ഞു പോയെങ്കിൽ പിന്നെ നമ്മുടെ റബ്ബല്ല, രക്ഷിതാവല്ല. അങ്ങനെ നിൽക്കുമ്പോ നേരെ വെളുത്തു, സൂര്യൻ ഉദിച്ചു. ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീണ്ടും പറയുകയാണ്, ഫലമ്മാ റഅ അശ്-ശംസ ബാസിഗതൻ ഖാല ഹാദാ റബ്ബീ. സൂര്യൻ ഉദിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ജനങ്ങളുടെ ബുദ്ധിക്കനുസൃതമായി പഠിപ്പിക്കുകയാണ്, ഈ അഗ്നിദേവനാകുന്ന സൂര്യനാണ് എന്റെ രക്ഷിതാവ്. എന്നാൽ വൈകുന്നേരമായപ്പോൾ സൂര്യനിതാ അസ്തമിക്കുകയാണ്. ഇരുളിലേക്ക് പ്രവേശിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, അഗ്നിദേവനാകുന്ന സൂര്യനെ ആരാധിച്ചു കൊണ്ടിരുന്നതായ സമൂഹത്തോട് തന്നെ പറയുകയാണ്, ഇത് അസ്തമിച്ചു പോയല്ലോ സമൂഹമേ, ഇതെന്റെ റബ്ബല്ല, രക്ഷിതാവല്ല. എന്നെന്നും നിലനിൽക്കുന്നവനാണ് രക്ഷിതാവ്, എന്നെന്നും നിലനിൽക്കുന്നവനാണ് അല്ലാഹു രക്ഷിതാവ്. ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. അപ്പൊ ആ സമൂഹത്തിലാണ് നിലകൊള്ളുന്നത്. ആ സമൂഹമാണ് സൂര്യദേവനെ പ്രീതിപ്പെടുത്താൻ, പകൽ പ്രകാശം പൊഴിയാൻ വേണ്ടി സൂര്യദേവൻ വരാൻ, രാത്രിയുടെ രാക്ഷസനെ അതിനെ പരിപൂർണമായി ഇല്ലാതാക്കാൻ, നിർമാർജനം ചെയ്യാൻ, അതിനെ ഇല്ലാതാക്കി സൂര്യന്റെ പ്രഭ വരാൻ വേണ്ടി കുരുതി കൊടുക്കുന്നു. ആൺ പെൺ മക്കളെ, ചെറിയ കുട്ടികളെ കുരുതി കൊടുക്കാൻ. ഇതാണ് ആ കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നം കാണിക്കുന്നത്, എന്ത്, മകനെ ബലി കഴിപ്പിക്കാൻ. എന്തിന്? ഇതിങ്ങനെ സ്വപ്നം കാണിച്ച് ദുൽഹിജ്ജ 10 എന്നായപ്പോഴത്തേക്കും ഈ കുട്ടിയെ അറക്കണ്ട എന്ന് പറഞ്ഞ് സ്വർഗത്തിലെ നാടിന് അല്ലാഹു ഇറക്കി കൊടുക്കാൻ. അതോടുകൂടി നരബലി വേണ്ട എന്നുള്ളത് ഈ സമൂഹത്തെ പഠിപ്പിക്കാൻ. അതിനാണ് മക്കളെ കൊണ്ടുവന്ന് വലിക്കൊണ്ട് കടത്തി കെട്ടുകയല്ല, മനസ്സിലാക്കണം. ഇത് സമൂഹം അറിയണം. പരിശുദ്ധനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുൽഹിജ്ജ 8 എന്ന സ്വപ്നം കാണുകയാണ്. യൗമുത് തർവിയ.
ബഹുമാനപ്പെട്ടവർ സംശയത്തിന്റെ ദിവസമാണ്. പിറ്റേ ദിവസമായപ്പോ വീണ്ടും ഇതാ സ്വപ്നം കാണുകയാണ്. അള്ളാഹുവിൽ നിന്നാണ് സ്വപ്നം. ബഹുമാനപ്പെട്ടവർ കാണുകയാണ്, നിന്റെ മകനാകുന്ന ഇസ്മായിലിനെ ബലി കഴിക്കണേ, ബലി കഴിക്കണേ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം യൗമുൻ നഹ്റാകുന്ന പെരുന്നാളിന്റെ സുദിനത്തിൽ വീണ്ടും കാണുകയാണ്. മൂന്നാമത്തെ ദിവസം തുടർച്ചയായി കണ്ടപ്പോ ബഹുമാനപ്പെട്ട ഉറപ്പിക്കുകയാണ്, ഹാദൽ മനാമു മിനല്ലാഹി അസ്സ വജല്ല. ഈ സ്വപ്നമായ യാഥാർത്ഥ്യമാണ്. ഇത് പടച്ച റബ്ബിൽ നിന്നുള്ളതാണ്, പിശാചിൽ നിന്നുള്ളതല്ല. ഇത് അല്ലാഹുവിൽ നിന്നുള്ള സ്വപ്നമാണ്, സ്വപ്നമാണ്. ബഹുമാനപ്പെട്ടവരെ, രാവിലെ തന്നെ പെരുന്നാളിന്റെ സുദിനമായി ഇന്നും ലോക മുസ്ലിമീങ്ങൾ അംഗീകരിച്ചുകൊണ്ട് പെരുന്നാൾ ആഘോഷമായി നമ്മൾ ആദരിക്കുന്ന ബലിപെരുന്നാളിന്റെ സുദിനത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മകനെ കൊണ്ടുപോയി കുളിപ്പിക്കാൻ ഭാര്യയോട് പറയുകയാണ്. കുളിപ്പിച്ച് പുതുവസ്ത്രം അണിയിച്ച് വലത് കൈയിൽ കത്തിയും ഇടത് കൈയിൽ കയറുമായി തന്റെ പ്രിയപ്പെട്ട മകനെയും വാരി പുണർന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ പോകുകയാണ്. മക്കയിൽ നിന്ന് മിനയുടെ താഴ്വാരത്തേക്ക് യാത്രയാണ്, യാത്രയാണ്. പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി, ഉംറയ്ക്ക് വേണ്ടി പോയിട്ടുള്ളവരെ മിനയുടെ താഴ്വാരത്തിൽ നിങ്ങൾ അമീർമാര് വ്യക്തമായി കാണിച്ചിട്ടുണ്ടാകും ഒരു സ്തൂപം, പ്രത്യേകമായ ഒരു സ്ഥലമതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകനെ കൊണ്ടുവന്ന സ്ഥലമാണ്. മിനയുടെ താഴ്വാരത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊണ്ടുവരുന്നു. തന്റെ പ്രിയപ്പെട്ട മകനെ കടത്തുകയാ. കഴുത്തിലേക്ക് കത്തിവെക്കാൻ തുനിഞ്ഞപ്പോ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുകയാണ്. ആകാശത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ തിരുസവിധത്തിൽ നിന്ന് മനോഹരമായ ഒരു ആട്ടുംകുട്ടിയുമായി കടന്നു വരുകയാ. ഈ ആടിനെ ബലി കഴിച്ചാൽ മതി ഇബ്രാഹിമേ, നിന്റെ മനസ്സിന്റെ തഖ്വയെ അല്ലാഹു ഹിദായത്തെടുത്തിരിക്കുകയാണ്. നീ റബ്ബിന് വേണ്ടി ജീവിക്കുന്നവനാണ്, റബ്ബിന് വേണ്ടി മരിക്കാൻ തയ്യാറായവനാണ്, റബ്ബിന് വേണ്ടി സമർപ്പണ മനോഭാവത്തോടുകൂടി നിലകൊള്ളുന്നതായ വ്യക്തിത്വമാണ്. അല്ലെങ്കിൽ ഈ ചെറിയ മകനെ ബലിക്കല്ലിൽ കടത്താൻ നീ തുനിയുമോ ഇബ്രാഹിമേ? നീ ആ കടത്തലിലൂടെ കഴുത്തിലേക്ക് കത്തിവെക്കാൻ തുനിയലിലൂടെ തന്നെ ഇതാ അല്ലാഹു നിന്നെ സംതൃപ്തിപ്പെട്ടിരിക്കുന്നു ഇബ്രാഹിമേ. വഇദ ഖാല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളതായ സർവ പരീക്ഷണങ്ങളും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരിപൂർണമായി വിജയിച്ചു എന്ന് വിശുദ്ധമായ ഖുർആൻ. അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിച്ചതാണ് അല്ലാഹു. ഈ പരീക്ഷണം മകൻ മുഖേന നടത്തുന്നത് എന്തുകൊണ്ടാ? ഊറ എന്ന് പറയുന്നതാകുന്ന ഈ ദേശത്തുള്ളതാകുന്ന ജനവിഭാഗങ്ങൾ മുഴുവനും എല്ലാ ദിവസവും അവരുടേതാകുന്ന മക്കളെ കൊണ്ടുപോയി കുരുതി കൊടുത്തിരുന്നു, സൂര്യദേവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, സൂര്യന്റെ പ്രകാശം കെട്ടുപോകാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് ആ സമൂഹത്തിന്റെ ബുദ്ധിപരമാകുന്ന അവരെ ബുദ്ധിപരമായി നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി നരബലി പാടില്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ആ നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരബലി നടത്താൻ വേണ്ടി പടച്ച റബ്ബ് കൽപ്പിച്ചത്. ചെയ്തില്ല. ചില ആളുകൾ പറയാറുണ്ട്, കഴുത്തി വെച്ചിട്ട് ഇങ്ങനെ വെട്ടി, നാഞ്ഞു വെട്ടി, ഇപ്പുറത്ത് പാറ വെട്ടിയപ്പോ പാറ 10ആയി വളർന്നു. അത് തെറ്റാണ്. മാമികൾ ശക്തിയുക്തം എതിർക്കുന്നു. അങ്ങനെ പറയാൻ പാടില്ല, അത് തെറ്റാണ്. അങ്ങനെ നടന്നിട്ടില്ല. കഴുത്തിലേക്ക് കത്തിവെക്കാൻ തുനിഞ്ഞപ്പോൾ അത് തന്നെയാണ് പറയുന്നത്. അതൊക്കെ പാട്ടുകളിൽ എവിടെയൊക്കെ ഉള്ളതാകുന്ന ചില തഫ്രീത്തും ഇഫ്രാത്തുമുള്ള ആളുകൾ കടത്തിക്കൂട്ടാണ്. ചരിത്രങ്ങളിൽ ഇങ്ങനെ ധാരാളം കടത്തിക്കൂട്ടലുകളുണ്ട്. അത് കഠിനമായ തെറ്റാണ്. കഴുത്തി വെച്ചപ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലെ നാടിനെ ഇറക്കി കൊടുത്തു.